മലക്കം മറിഞ്ഞ് ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പിന് കീഴിലെ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ ചട്ടം ലംഘിച്ച് നിയമനം നടത്തിയിട്ടുണ്ടെന്ന മന്ത്രി വീണ ജോർജിന്റെ നിയമസഭയിലെ വെളിപ്പെടുത്തൽ തിരുത്തി. അനധികൃത നിയമനത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ കൊടുത്ത പരാതിക്കുള്ള മറുപടിയിലാണ് ആരോഗ്യവകുപ്പ് മലക്കം മറിഞ്ഞത്. അനധികൃത നിയമനം ഒന്നും ഉണ്ടായില്ലെന്നും എല്ലാം കോർപ്പറേഷന്റെ ആവശ്യകതകളെ അടിസ്ഥാനമാക്കിയെന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ പുതിയ മറുപടി. ടി വി പ്രസാദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ടി വി പ്രസാദ്, എന്താണ് സംഭവിച്ചത്? നേരത്തെ ആരോഗ്യവകുപ്പ് നൽകിയ വിശദീകരണം ഇപ്പോൾ അവർ മാറ്റുകയാണോ ചെയ്യുന്നത്? ടി വി പ്രസാദ്. ഉറപ്പായും അരുൺ, നമുക്കറിയാവുന്നതുപോലെ നിയമസഭയിൽ അന്ന് വീണ ജോർജ് പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. അതായത് 28/6/2024 ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയിലാണ് വീണ ജോർജ് ഇങ്ങനെ പറഞ്ഞത്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ നേരിട്ട് പത്രത്തിലോ വെബ്സൈറ്റിലോ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാതെ നാളിതുവരെ 186 ജീവനക്കാരെ കോർപ്പറേഷനിൽ നിയമിച്ചിട്ടുണ്ട് എന്ന്. അതിൻ്റെ അർത്ഥം എംപ്ലോയ്മെൻറ്റ് വഴിയല്ല, മറ്റ് തലത്തിലുള്ള ഒരു തരത്തിലുള്ള രീതികളിലൂടെയുമല്ല കടന്നുപോയത് എന്ന് ഈ മറുപടിയിൽ വ്യക്തമായതാണ്. ആ സമയത്തത് വലിയ വാർത്തയായതാണ്. അതിന് പിന്നാലെയാണ് ഒരാൾ മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ ഇത് സംബന്ധിച്ചുള്ള കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലെ നിയമനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പരാതി ഉന്നയിക്കുന്നത്. ആ പരാതി ഉന്നയിച്ചപ്പോഴാണ് ആരോഗ്യവകുപ്പ് മലക്കം മറിഞ്ഞുകൊണ്ട് അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന മറുപടി പരാതിക്കാരന് കൊടുക്കുന്നത്. അതെല്ലാം ആവശ്യകതയ്ക്കനുസരിച്ച് എടുത്തതായിരുന്നു എന്നാണ് അത് സംബന്ധിച്ചുള്ള മറുപടി നൽകിയത്. മാത്രമല്ല അരുൺ, സമീപകാലത്ത് ഒരിക്കലും കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ ആകെ എത്ര താൽക്കാലിക ജീവനക്കാരുണ്ട്, കരാർ ജീവനക്കാരുണ്ട്, ദിവസവേതനക്കാരുണ്ട് എന്നതിൻ്റെ കണക്ക് ആരോഗ്യവകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുമില്ല. കഴിഞ്ഞ തവണ ചേർന്ന നിയമസഭാ സമ്മേളനത്തിൽ ചോദിച്ച സമയത്തും അതിൻ്റെ കണക്കുകൾ ക്രോഡീകരിച്ച് വരുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലെ ജീവനക്കാരെ കുറിച്ചാണ് ചോദ്യം എന്നുള്ളതാണ്. അതിന് പിറകെ നമ്മൾ അന്വേഷിച്ച സമയത്ത് അരുൺ, നമുക്ക് മനസ്സിലായത് കൃത്യമായ കണക്കനുസരിച്ച് ഇക്കഴിഞ്ഞ ജൂലൈ മാസം പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നാണ് ഇവരുടെ ശമ്പളം പോകുന്നത്. 1246 പേർക്കാണ് ശമ്പളം കൊടുത്തിരിക്കുന്നത്. 1246 പേരിൽ 4 പേരെ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരാൾ ഒഴിവായി പോയിട്ടുണ്ട്. അങ്ങനെ 1241 പേരാണ് കരാറടിസ്ഥാനത്തിൽ, അതല്ലെങ്കിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഡെയിലി വേജസ് ആയിട്ട് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്നത്. ഇതിൽ ബഹുഭൂരിപക്ഷവും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി വന്നവരല്ല എന്നുള്ളതാണ്. അതിനുശേഷം ആ പരാതിക്ക് ശേഷം 23 ശേഷം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി മാത്രമാണ് ആളുകളെ എടുക്കുന്നത് എന്ന മറുപടി കൂടി ഈ കത്തിന്റെ ഭാഗമായി ഉണ്ട്. ഓക്കെ, താങ്ക് യു. ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.